ഇന്നൊരു കിട്ടിലൊരു പരിപാടി നമുക്ക് റെഡിയാക്കാം. എന്താ ഒരു പുതിയൊരു ഡിഷ് നിനക്ക് പഠിപ്പിച്ചു തരാം. ഞണ്ട് റോസ്റ്റ്. ഞണ്ട് റോസ്റ്റ്. അപ്പോൾ ഞണ്ടൊക്കെ ഉണ്ടല്ലോ. നമ്മളെവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഞണ്ട് റോസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഞണ്ട് റോസ്റ്റ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അടുപ്പിൽ തീയെല്ലാം റെഡി ആയിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കറിവേപ്പില വേണം, പച്ചമുളക് വേണം. വേണോ? അത് മതി. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എണ്ണയിലിട്ട് നല്ലപോലെ മൂപ്പിച്ച് പിന്നെ കുറച്ച് നേരം അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് തക്കാളി ഇടണം. സവാള ഇടണം അല്ലേ? സവാള കുറച്ചിട്ടാൽ മതി. മഞ്ഞപ്പൊടി. സവാള ഇട്ടിട്ട് പിന്നെ തക്കാളി. സവാള ഇട്ടിട്ട് തക്കാളി. അത് കഴിഞ്ഞ് കറിവേപ്പില. ഓക്കെ. ഇത് കഴിഞ്ഞ് പൊടികൾ നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ഓക്കെ. മഞ്ഞപ്പൊടി തവണ സ്പൂൺ ഉപയോഗിക്കാതെ കയ്യിൽ. മല്ലിപ്പൊടി എത്ര വേണം നമ്മൾ? അല്ലാതെ സ്പൂൺ കണക്കിന് പറയാൻ എത്ര വേണം? 1/2 സ്പൂൺ മല്ലിപ്പൊടി. 1/2 സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി നമുക്ക് നമ്മുടെ ഈ എരിവുള്ളത്. അപ്പോൾ മറ്റേ കാശ്മീരി വേണ്ട? വേണം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ആദ്യം സാധാരണ മുളക് പൊടി. അതെത്ര സ്പൂൺ ഇടണം? 1.5 സ്പൂൺ സാധാ മുളക് പൊടി എരിവിന് വേണ്ടിയിട്ടുള്ളത്. ഇനി മറ്റേ എടുക്കട്ടെ? കാശ്മീരി. ഓക്കെ. കളറിന് കാശ്മീരി. കാശ്മീരി എത്ര ഇടണം? 3 സ്പൂൺ. ഇത് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കണ്ട, അങ്ങനെ തന്നെ ഇട്ട് അരപ്പായിട്ട് വരുന്ന പോലെ അല്ലേ? നല്ലപോലെ ഇത് ഇളക്കി ഒന്ന് ഒരു കുഴ പരുവ് വരണം അല്ലേ? വെള്ളം എങ്ങനെ? ഇത് മുങ്ങിക്കുന്ന അത്രയും വെള്ളം. ഉപ്പ് എങ്ങനെ? ഉപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ എത്ര സ്പൂൺ? അത് പാകത്തിന്. സ്പൂണൊന്നും പറയാൻ പറ്റൂല. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചിലപ്പോൾ ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണമായിരിക്കില്ലേ? ഇതിപ്പോൾ 1 കിലോ ഞണ്ടുണ്ട്. 1 കിലോ ഞണ്ടിൻ്റെ കറിക്ക് എത്ര ഉപ്പ് വേണോ അത്ര ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം മിക്സ് ചെയ്ത് വെള്ളം നല്ല തിള വരണം. അതായത് ഈ അരപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളയ്ക്കുന്നവരെ കാത്തിക്കണം. തിള വന്നു കഴിയുമ്പോഴത്തേക്കും ഞണ്ടെടുത്തിട്ട് ഓക്കെ. എൻ്റെ ഫസ്റ്റ് ഇതാട്ടോ ഞണ്ട്. ഇതിൻ്റെ ഈ തോടൊന്നും അങ്ങനെ പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് മണ്ടവശത്തെ തോട് പൊളിച്ചല്ലേ? ഇതൊരു കണക്കല്ലേ? പാചകം എന്ന് പറയുന്നത് ഇതിലൊരു കണക്കാണ്. അത് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അത് കറിയെ ഭയങ്കരമായിട്ട് ബാധിക്കില്ലേ? അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബേസിക്കലി ഇത്രേ ഉള്ളൂ. അതായത് ഒന്നുകൂടെ ഒന്ന് പറയാം എന്തൊക്കെയായിരുന്നുള്ളത്? ഈ ഞണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങി ഈ ഞണ്ടിനകത്തുള്ള വെള്ളം എല്ലാം കൂടെ ഇറങ്ങി ഇതിൽ വന്ന് എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി ഗ്രേവി പോലെ ബാക്കി എല്ലാം ഇത് നമ്മൾ നേരത്തെ ഇട്ടേക്കുന്ന മസാല എല്ലാം ഈ ഞണ്ടിൽ പിടിച്ച് ഇത് അപ്പോൾ ഞണ്ട് റോസ്റ്റ് ആവുള്ളൂ. അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും സവാളയും ഉപ്പും ഒക്കെ ഇട്ട് പുരട്ടിയിട്ട് അതിൽ പൊടികളിട്ടത് മസാല രൂപത്തിലാക്കണം അല്ലേ? വെള്ളം എണ്ണയിൽ വഴറ്റിയിട്ടത് ഒരു ഓക്കെ മസാല കൂട്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ പിന്നീട് ഗ്രേവി ആക്കും. വെള്ളം അതിൽ ഞണ്ടിട്ട് പിന്നെ കുറച്ച് അരമണിക്കൂർ എത്ര നേരം? 20 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റ് മതി. 20 മിനിറ്റ് കഴിയുമ്പോഴാണിത് ഇളക്കി നോക്കണം. എന്നിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയി. 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഞാൻ തുറന്നു നോക്കട്ടെ? ഇത് നല്ല ഓക്കെ ആയോ? ഓക്കെ. ഗ്രേവി എല്ലാം നല്ല വറ്റി. ഗ്രേവി വറ്റി.
ഇപ്പോഴാണ് കറക്റ്റ് ഞണ്ട് റോസ്റ്റ് ആയത്. അത് ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഇനി ഇത് എടുത്ത് കഴിച്ചാൽ മതി. സ്വാദിഷ്ടമായി വിളമ്പി കഴിക്കുകയല്ലേ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്. അതിന് അങ്ങനെ ഒരു ഫ്ലേവറിന് അത്രയേ ഉള്ളൂ. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു രുചിക്ക്. അതെ. മല്ലിയില ലേശം, നേരത്തെ മല്ലിയില, മല്ലിയില. ഓക്കെ. അങ്ങനെ കടിച്ച് ഉറിഞ്ചാങ്ങോട്ടെ. അങ്ങനെയാണ് ഞണ്ട് കടിക്കുക. അതിനകത്തുനിന്ന് സാധനമൊക്കെ ഇങ്ങനെ വരണം. അടിപൊളി, സൂപ്പർ. നമുക്ക് എന്നാൽ കാര്യമായിട്ട് കഴിച്ചാലോ? ഓക്കെ. അപ്പം മനോജേട്ടൻ്റെ അപ്പോൾ എങ്ങനെ ഞണ്ട് റോസ് ഇഷ്ടപ്പെട്ടാണ്? പെട്ടെന്നോ? അടിപൊളി. ഈ അപ്പം മനോജേട്ടൻ്റെ പാചകപ്പുരയിലെ ഞണ്ട് റോസ്റ്റും സൂപ്പറായിട്ടുണ്ട്. മറ്റു നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത തവണ എന്തായാലും നമുക്ക് പിന്നെയും വരാം. ഇതുപോലെ മനോജേട്ടൻ്റെ പാചകപ്പുരയിലെ ഐറ്റംസ് ഒന്നും തീരുന്നതല്ല അല്ലേ? ഒന്നൊന്നുമല്ല, ഇഷ്ടം പോലെ എണ്ണം ഇങ്ങനെ അട്ടി എത്ര വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ? അപ്പോൾ എന്തായാലും ഞണ്ട് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് എന്തായാലും ഇത് കുറച്ചുകൂടെ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് കഴിക്കാം, ഇരുന്ന് എന്തെങ്കിലും കൂട്ടി കഴിക്കാം. അതെ, ഓക്കെ.